1907 സെപ്റ്റംബർ 28 പഞ്ചാബിലെ ലേൽപൂർ ജില്ലയിലെ ബംഗാ ഗ്രാമത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചു. അതേ ദിവസം തന്നെയാണ് ജയിലിലായിരുന്ന അദ്ദേഹത്തിന്റെ അച്ഛൻ കിഷൻ സിംഗും അമ്മാവൻ അജിത് സിംഗും മോചിതരായത്. അതുകൊണ്ടുതന്നെ മുത്തശ്ശി ആ കുട്ടിക്ക് ഭഗവാൻ എന്ന് പേരിട്ടു. 5 വയസ്സായപ്പോൾ അച്ഛനോടൊപ്പം വയലിൽ പോയ ബാലൻ കയ്യിലുള്ള ചെറിയ വിറക് കഷ്ണങ്ങൾ മണ്ണിൽ കുഴിച്ചിടുന്നത് കണ്ട് അച്ഛൻ ചോദിച്ചു, നീ എന്താണ് ചെയ്യുന്നത്? ആ കുഞ്ഞ് ഗൗരവത്തോടെ പറഞ്ഞു, അച്ഛാ, ഞാൻ തോക്കുകൾ കുഴിച്ചിടുകയാണ്. ഇത് മുളച്ചു വരുമ്പോൾ ആയിരക്കണക്കിന് തോക്കുകൾ ഉണ്ടാകും. അതുപയോഗിച്ച് നമുക്ക് ഈ വെള്ളക്കാരെ വെടിവെച്ചോടിക്കാം. കളിചിരികൾക്കിടയിലും അവന്റെ ഉള്ളിൽ സ്വാതന്ത്ര്യത്തിന്റെ വിത്ത് മുളച്ചു തുടങ്ങിയിരുന്നു. 1919 ഏപ്രിൽ 13 ആ ദിവസം അവന്റെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിച്ചു. ജാലിയൻ വാലാബാഗിൽ ജനറൽ ഡയർ നടത്തിയ നരനായാട്ട്. വൈകുന്നേരം സ്കൂൾ വിട്ട് വീട്ടിലെത്തേണ്ട ഭഗത് എത്തിയത് ആ ചോരക്കളത്തിലായിരുന്നു. 100 കണക്കിന് മനുഷ്യർ വെടിയേറ്റ് മരിച്ചു കിടക്കുന്നു. ആ മണ്ണിൽ മുട്ടുകുത്തി നിന്ന് ഭഗത് കരഞ്ഞു. അവൻ തന്റെ ബാഗിൽ നിന്ന് ഒരു ചെറിയ കുപ്പിയെടുത്തു. ആ രക്തം പുരണ്ട മണ്ണ് അതിൽ നിറച്ചു. വീട്ടിലെത്തിയ സഹോദരിയോട് പറഞ്ഞു, ഇത് നമ്മുടെ നാട്ടുകാരുടെ ചോരയാണ്. ഇത് എനിക്കുറങ്ങാൻ അനുവാദം നൽകില്ല. അവന്റെ ഉള്ളിൽ വിപ്ലവത്തിന്റെ അഗ്നി പടർന്നു പന്തലിച്ചു. കൗമാരപ്രായത്തിൽ ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ ഭഗത് ആകൃഷ്ടനായി. എന്നാൽ ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി സമരം പിൻവലിച്ചത് ഭഗതിനെ നിരാശനാക്കി. അഹിംസയേക്കാൾ ശക്തമായ പ്രതിരോധം വേണമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. വീട്ടുകാർ വിവാഹം കഴിക്കാൻ നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം വീട് വിട്ടിറങ്ങി കാൺപൂരിലേക്ക് പോയി. അദ്ദേഹം അന്ന് എഴുതി, എന്റെ ജീവിതം രാജ്യത്തിന് സമർപ്പിച്ചതാണ്. എനിക്ക് വധു മരണം മാത്രമാണ്. സുഖസൗകര്യങ്ങൾ എന്നെ പ്രലോഭിപ്പിക്കുന്നില്ല. അവിടെ വെച്ചാണ് അദ്ദേഹം ചന്ദ്രശേഖർ ആസാദിനെ പരിചയപ്പെടുന്നത്. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയിൽ അദ്ദേഹം സജീവമായി. 1928 സൈമൺ കമ്മീഷനെതിരെ ലാഹോറിൽ വൻ പ്രതിഷേധം നടന്നു. പ്രായമായ ലാലാ ലജ്പത് റായെ പോലീസ് ഓഫീസർ ജെയിംസ് സ്കോട്ട് ക്രൂരമായി മർദ്ദിച്ചു. ആ മർദ്ദനമേറ്റാണ് ലാലാജി അന്തരിച്ചത്. ഇതിന് പകരം ചോദിക്കുമെന്ന് ഭഗത് സിംഗും രാജ്ഗുരുവും സുഖ്ദേവും ശപഥം ചെയ്തു. സ്കോട്ടിനെ വധിക്കാൻ തീരുമാനിച്ച അവർക്ക് തെറ്റുപറ്റി. JP സൗണ്ടേഴ്സ് എന്ന മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനെയാണ് വധിക്കേണ്ടി വന്നത്. തുടർന്ന് പോലീസ് ഭഗതിനായി നാട് മുഴുവൻ വലവിരിച്ചു. എന്നാൽ ബുദ്ധിമാനായ ഭഗത് തന്റെ സിഖ് വേഷം ഉപേക്ഷിച്ച് താടിയും മുടിയും മുറിച്ച് ഒരു ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥനായി വേഷം മാറി ലാഹോറിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് രക്ഷപ്പെട്ടു. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പബ്ലിക് സേഫ്റ്റി ബിൽ പോലെയുള്ള ജനവിരുദ്ധ നിയമങ്ങൾ തടയാൻ ഭഗത് ഒരു പദ്ധതിയിട്ടു. ആരെയും കൊല്ലാനല്ല, മറിച്ച് ഉറങ്ങിക്കിടക്കുന്ന ഭരണകൂടത്തെ ഉണർത്താനായിരുന്നു അത്. 1929 ഏപ്രിൽ 8 ഡൽഹിയിലെ സെൻട്രൽ അസംബ്ലിയിൽ ഭഗതും ബടുകേശ്വർ ദത്തും ചേർന്ന് ബോംബെറിഞ്ഞു. ഹാളിൽ പുക നിറഞ്ഞപ്പോൾ അവർക്ക് രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ അവർ അവിടെ തന്നെ ജനങ്ങൾക്കിടയിലേക്ക് ലഘുലേഖകൾ അവർ എറിഞ്ഞുകൊണ്ട് ഉറക്കെ വിളിച്ചു. അവർ സ്വയം പോലീസിന് കീഴടങ്ങി. വിപ്ലവ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കോടതിയെ ഒരു വേദിയായി ഭഗത് ഉപയോഗിച്ചു. ജയിലിൽ ഇന്ത്യൻ രാഷ്ട്രീയ തടവുകാർക്ക് നൽകുന്ന മോശം പെരുമാറ്റത്തിനെതിരെ ഭഗത് ശബ്ദമുയർത്തി. അവർക്ക് പുസ്തകങ്ങളും പത്രങ്ങളും വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതിനായി അദ്ദേഹം നയിച്ച നിരാഹാര സമരം 116 ദിവസമാണ് നീണ്ടുനിന്നത്. ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ നിർബന്ധപൂർവം ഭക്ഷണം കഴിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം വഴങ്ങിയില്ല.
ജയിലിനുള്ളിലിരുന്ന് അദ്ദേഹം നിരന്തരം പുസ്തകങ്ങൾ വായിച്ചു. വിപ്ലവം എന്നത് കേവലം ബോംബെറിയലല്ല, മറിച്ച് സമൂഹത്തിലെ ചൂഷണങ്ങൾക്കെതിരെയുള്ള പോരാട്ടമാണെന്ന് അദ്ദേഹം എഴുതി. അദ്ദേഹത്തിന്റെ അറിവും തത്വചിന്തയും കണ്ട് ജയിൽ ഉദ്യോഗസ്ഥർ പോലും അത്ഭുതപ്പെട്ടു. 1931 മാർച്ച് 23 വധശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ച ദിവസം. തൂക്കിലേറ്റാൻ നിശ്ചയിച്ച സമയത്തിന് മണിക്കൂറുകൾക്ക് മുൻപും അദ്ദേഹം ലെനിന്റെ ജീവചരിത്രം വായിക്കുകയായിരുന്നു. ഉദ്യോഗസ്ഥർ വന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, "നിൽക്കൂ, ഒരു വിപ്ലവകാരി മറ്റൊരു വിപ്ലവകാരിയെ കാണുകയാണ്. എനിക്ക് ഈ അധ്യായം കൂടി തീർക്കണം." ഭഗത് സിംഗും സുഖ്ദേവും രാജ്ഗുരുവും കൈകോർത്ത് പിടിച്ച് തൂക്കുമരത്തിലേക്ക് നടന്നു. അവർ ഒരേ സ്വരത്തിൽ പാടി, "മേരാ രംഗ് ദേ ബസന്തി ചോള." മുഖം മൂടാൻ അവർ തയ്യാറായില്ല. പുഞ്ചിരിയോടെ അവർ തൂക്കുകയറിനെ ചുംബിച്ചു. 23-ാം വയസ്സിൽ ആ മഹാവിപ്ലവകാരി വിടവാങ്ങി. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം സത്ലജ് നദിക്കരയിൽ ബ്രിട്ടീഷുകാർ രഹസ്യമായി ദഹിപ്പിച്ചു. പക്ഷേ ഭഗത് സിംഗ് ഒരു വ്യക്തിയായിരുന്നില്ല, അതൊരു ആശയമായിരുന്നു. ഇന്ത്യയുടെ ഓരോ മന്ദരിയിലും ഇന്നും അദ്ദേഹത്തിന്റെ ശബ്ദം മുഴങ്ങുന്നു. ഇത്ര നേരം എന്റെ കഥ പറഞ്ഞത് അല്ല, ഇന്ത്യയുടെ കഥ പറഞ്ഞത് മറ്റാരുമല്ല, ഞാൻ തന്നെയാണ്. എന്റെ മരണം അത് ഞാൻ തന്നെ അംഗീകരിച്ചതാണ്. അതോർത്ത് ആരും സങ്കടപ്പെടേണ്ട. ഇന്ത്യ നമ്മുടെ മാതൃഭൂമിയാണ്. ഇന്ത്യയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്.